അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു വികാരമാണല്ലേ കപ്പയും മീനും എന്നൊക്കെ പറയുമ്പോൾ. അതുപോലെ തന്നെ കാന്താരി ചമ്മന്തി അതൊക്കെ. അപ്പോൾ ഞാനിന്ന് മധുരക്കിഴങ്ങാണ് എടുത്തേക്കണത്. അപ്പോൾ അത് നല്ലൊരു നെയ്ച്ചാളയും ഉണ്ട് മുട്ടച്ചാളയും ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പോൾ അതാ കുറച്ച് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതൊക്കെ ചതച്ചെടുക്കേണ്ട. പച്ചമുളക് കീറിയിടണത്, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അതാ ചതച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇത്തിരി കുരുമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതാ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ചതച്ച് വെച്ച സംഭവങ്ങളൊക്കെ ഇട്ട്, പിന്നെ നമ്മൾ സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉരുവപ്പൊടി, ഇത്തിരി മല്ലിപ്പൊടിയും കൂടി ഇട്ട്, നമ്മൾ കുടംപുളി ഇത്തിരി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട്, പിന്നെ അതൊന്ന് തിള വന്നപ്പോഴാണ് ഉപ്പിട്ടത്. ഉപ്പിട്ട് കഴിഞ്ഞ് ഒന്ന് നല്ല തിള വന്നപ്പോഴത്തേക്കും നമ്മൾ ചാളയൊക്കെ ഇട്ട് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചൊക്കെ എടുത്ത് സംഭവം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് മധുരക്കിഴങ്ങ് പുഴുങ്ങാം. ആദ്യം ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, മധുരക്കിഴങ്ങ് അതിനകത്ത് ഇട്ട്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റീമറിൽ അവിടെ മേളിലത്തെ തട്ടിലോട്ട് ഞാൻ വെച്ചത്. അന്ന് ഇത്തിരി ആ മഞ്ഞ കളറും ഇത്തിരി ആ ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ എന്ന് ഓർത്തിട്ട്. ഓക്കെ, അപ്പോൾ ഞാനതൊരു കാന്താരി ചട്നി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. കാന്താരി ഉള്ളിയും പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി ചെറുനാരങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡിയായി. ഇതെല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലേ.